റിപ്പോർട്ടിൽ കറക്റ്റ് വയ്ക്കാനുള്ളതാണ്. തൻ്റെ ഇമെയിൽ ID ഒന്ന് എഴുതിയേക്കാം. പൊക്കോ. താങ്ക് യു സാർ. പിൻ ചെയ്ത് വെച്ചോ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുക്കണം, CDR-ഉം. ഓക്കെ സാർ. സാർ ആ പത്രക്കാരൻ വന്നിട്ട് കുറേ നേരമായി സാർ. എത്ര നേരമായി? ഏകദേശം ഒരു 2 മണിക്കൂറോളമായി. മാനസികമായിട്ടൊന്ന് തളരണം. ഒരു അരമണിക്കൂറും കൂടെ അവിടെ കിടക്കട്ടെ. സാർ സാറിനൊന്നും വേണ്ട, എനിക്ക് പെട്ടെന്ന് പോവായിരുന്നു. വിളിക്കാം, സാറ് വിളിക്കും, വെയിറ്റ് ചെയ്തോ. അല്ല, ഞാൻ പറയാനുള്ളതൊക്കെ അന്നേ പറഞ്ഞാ. താൻ അപ്സെറ്റ് ആവാതോ, വിളിക്കും, ഇരിക്കേ. അപ്സെറ്റ് ആയിട്ടൊന്നുമല്ല, എനിക്ക് പോയിട്ട് വേറെ പരിപാടി ഉണ്ടായിരുന്നു. പരിപാടിയാ? എന്തോന്ന് പരിപാടി? ഇരിക്കണോ ഇത്ര അത്യാവശ്യം തന്നെ? തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട, താനിരിക്കും. കുടിക്കാൻ കൊടുക്കാൻ പോണോ? ഹരി അന്ന് അവിടെ പത്രം ഇടുന്ന എത്ര മണിക്കാ? 5:30-ക്കാണോ? 5, 5:45 ആ സമയത്ത്. ആ കോളനിയിലുള്ള എല്ലാ വീടുകളിലും പത്രം ഇട്ട് തീരാൻ എത്ര സമയം എടുക്കും? ഒരു 8 മിനിറ്റ് കൊണ്ട് കഴിയാറുണ്ട്. ആ കോളനിയിലേക്ക് വരാനും പോകാനും ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ, വാഹനങ്ങൾക്ക് വന്നു പോകാനായിട്ട് ഒറ്റ വഴിയുള്ളൂ. ഈ 8 മിനിറ്റിനിടയിൽ ആരെങ്കിലും അങ്ങോട്ട് വരുവോ പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹരി അവരെ കാണേണ്ടതാണ്. അതെ. അങ്ങനെ ആരെങ്കിലും അന്ന് അവിടെ കണ്ടിരുന്നോ? അങ്ങനെ ഒരാൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഉറപ്പാണോ? എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നുള്ള ഉറപ്പാണ്. അപ്പം 5:45-നും 5:55-നും ഇടയിൽ ഹരി അല്ലാതെ മറ്റാരും അങ്ങോട്ടേക്ക് വന്നിട്ടില്ല. എൻ്റെ അറിവിലില്ല. കൊല്ലപ്പെട്ട നീനുവിനെ ഹരി കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. ചില സമയങ്ങളിൽ പത്രം ഇടാൻ പോകുമ്പോൾ അവരോട് രാവിലെ എഴുന്നേറ്റ് കാറുണ്ട്. നീനുമായിട്ട് എങ്ങനെയായിരുന്നു? കണ്ടാൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ടോ? കാണുന്ന സമയങ്ങളൊക്കെ ഞങ്ങൾ സംസാരിക്കും. അവസാനമായിട്ട് എപ്പോഴാണ് സംസാരിച്ചേ? 1 മാസമായിട്ടുണ്ടാവും. കഴിഞ്ഞ മാസത്തെ കളക്ഷൻ പോയ സമയത്ത്. അപ്പോൾ നീനുമായിട്ട് ഫോണിലും നേരിട്ടും ഒക്കെ സംസാരിക്കാറുണ്ട് അല്ലേ? ചില സമയങ്ങളിൽ ചില മാഗസിനൊക്കെ വാങ്ങാൻ കൊണ്ടുവരാനായിട്ട് നീനു ഫോണിൽ സംസാരിക്കാറുണ്ട്. സോഷ്യൽ മീഡിയയിൽ നീനുവിനെ ഫോളോ ചെയ്യാറുണ്ടോ? ഫോട്ടോസൊക്കെ ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഷെയറും ഒക്കെ ചെയ്യാറുണ്ട്. ഇഷ്ടപ്പെട്ടതിനെ ലൈക്ക് ചെയ്യാറുണ്ട്, ഷെയറും ചെയ്യാറുണ്ട്. ഹരി എന്തോരെ പഠിച്ചു? MCA കംപ്ലീറ്റഡ് ആണ് സാർ. MCA? ആ. എടോ, MCA വരെ പഠിച്ചിട്ട് താനെന്താടോ IT കമ്പനിയിലൊന്നും ജോലി ചെയ്യാത്ത? ഇങ്ങനെ പത്രോട്ട് ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ വർക്ക് ചെയ്തിരുന്നു സാർ, ACS ടെക്നോളജീസിൽ. അവിടെ സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ് ആയിട്ട്. പിന്നെ അത് വിട്ടു. ഇപ്പോൾ ഫ്രണ്ട്സൊക്കെ ചേർന്നൊരു ചെറിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓ, അങ്ങനെയാണ്. പിന്നെ പത്രം, അത് അച്ഛനായിട്ട് തുടങ്ങി വെച്ചു എൻ്റെ ഏജൻസി. പിന്നെ അത് മുടക്കണ്ടെന്ന് വെച്ചു. അപ്പോൾ പത്രം എന്ന പിള്ളേർ ആരെങ്കിലും മുടങ്ങുമ്പോൾ ഞാൻ അവിടെ ഇടാറുണ്ട് പത്രം. ആ പ്രൊഫഷൻ്റെ കാര്യം പറഞ്ഞതൊക്കെ നോട്ട് ചെയ്തോളാം കേട്ടോ. റിപ്പോർട്ടിൽ കറക്റ്റ് വയ്ക്കാനുള്ളതാണ്. തൻ്റെ ഇമെയിൽ ID ഒന്ന് എഴുതിയേക്കാം. പൊക്കോ. താങ്ക് യു സാർ. പിൻ ചെയ്ത് വെച്ചോ. അവൻ്റെ ഫിംഗർ പ്രിൻ്റ് ഒന്ന് എടുക്കണം, CDR-ഉം. ഓക്കെ സാർ.